ചില്ലി ചിക്കനൊക്കെ ഹോട്ടലിൽ മാത്രമാണ് ഉണ്ടാക്കാൻ കഴിയൂ എന്നാണ് അവളുടെ വിചാരം. ആരുടെ? ഞാൻ പറയാം. ഒരിക്കൽ വീട്ടിൽ വിളിച്ചു വരുത്തി ഞാൻ ഉണ്ടാക്കി കൊടുത്തു ഒരു ചില്ലി ചിക്കൻ. അങ്ങനെയാണ് അവൾ എൻ്റെ വലയിലാകുന്നത്. ആരാണ് പറയുന്നത്? സാറേ, ഒരു രാധാ സോപ്പ് വേണമെന്ന് പറയുന്നത് നമ്മുടെ ബാബു അണ്ണനില്ലേ, മസിൽമാൻ ബാബു അണ്ണൻ. ബാബു അണ്ണൻ പറയുന്നത് നമ്മുടെ വാണി വിശ്വാസിനെ പറ്റിയാണ്. അതായത് വാണി വിശ്വാസിന്റെ വിചാരം എന്താണെന്ന് വെച്ചാൽ ചില്ലി ചിക്കനൊക്കെ ഹോട്ടലിൽ മാത്രമേ കിട്ടൂല, അത് വീട്ടിൽ കിട്ടൂലെന്ന്. ബാബു അണ്ണൻ അങ്ങനെ എന്ത് ചെയ്തു വെച്ചാൽ ഒരു ചില്ലി ചിക്കൻ അങ്ങ് ഉണ്ടാക്കിയിട്ട് കീട്ട് കാച്ചിയാക്കിയിട്ട് വാണി വിശ്വാസിന് അങ്ങ് കൊടുത്തു. അതോടുകൂടി ബാബു അണ്ണന്റെ വലയിൽ വീണു പിന്നെ വാണി വിശ്വാസ് എന്നാണ് ബാബു അണ്ണൻ പറയുന്നത്. നാണം ഉണ്ടോടോ ബാബു, നിനക്ക് നാണം ഉണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നുള്ളൂ. അതായത് ഒരു കല്യാണം കഴിച്ച് 2 മക്കളായിട്ട് ആ സ്ത്രീയെ, അതായത് വിവാഹ ബന്ധം ഒഴിവാക്കിയിട്ട് അവർ ആ മക്കളെയും കൊണ്ട് ജീവിക്കുമ്പോഴേ താൻ ഈ ചില്ലി ചിക്കനും ഉണ്ടാക്കിയിട്ട് നാട് മുഴുവൻ കൊണ്ട് നടന്നിട്ട് ആർക്കെങ്കിലും വേണോ ഒന്ന് ചോദിച്ചിട്ട് അതിപ്പോഴും വിളിച്ചു പറയാൻ കുറച്ചൊക്കെ ഉളുപ്പ് വേണമെന്ന് എനിക്ക് പറയാനുള്ളൂ. കുറച്ചെങ്കിലും ഉളുപ്പ് വേണം. മിണ്ടാതിരുന്നാൽ പോരെയായിരുന്നു. എന്തിനാണ് വെറുതെ ജനങ്ങളെ കൊണ്ട് ഇങ്ങനെ കേൾപ്പിക്കുന്നത്? അതിൻ്റെ അടിയിൽ വന്ന കമൻറ്റ് ബോക്സിൽ വന്ന കമൻറ്റുകൾ കാണുന്നില്ലേ? ആ കമൻറ്റുകൾ കാണുന്നില്ലേ? വെറുതെ ഇത് പറഞ്ഞു പറയിക്കുമെന്നല്ലേ പറയുന്നത്. എന്തിനാ ഇങ്ങനെ പറഞ്ഞു പറയിക്കുന്നത്? വല്ല ആവശ്യമുണ്ടോ? അല്ലെങ്കിൽ വലിയ എന്താ വെച്ചാൽ നല്ലൊരു നടൻ, അല്ലെങ്കിൽ നല്ല സ്നേഹമുള്ളവൻ, കുടുംബസ്നേഹി, ഇങ്ങനെയുള്ളവനാണ്. ഇതെന്തോന്നാ പറയുന്നത്? വാണി വിശ്വനാഥിനെ വലയിലാക്കിയ കാര്യം. അപ്പോൾ ഒരാളെ വഴിയിൽ എറിഞ്ഞിട്ട് മറ്റൊരാളെ വലയിലാക്കുന്ന ഒരു വിദ്വാൻ. കൂടുതൽ ഡെക്കറേഷൻ ഒന്നും വേണ്ട, അതല്ലേ സംഭവിച്ചത്? അത് തന്നെയാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇദ്ദേഹം വിചാരിക്കുന്നത് ഇതൊരു വലിയ കാര്യമാണെന്നാണ്. എന്ത് മെസ്സേജാണ് ഇദ്ദേഹം പ്രേക്ഷകർക്ക് കൊടുക്കുന്നത്? ഒരു ഭാര്യയും 2 മക്കളും ഉണ്ടായിരിക്കെ മറ്റൊരു പെൺകുട്ടിയെ വലയിൽ വീഴ്ത്താൻ വേണ്ടിയിട്ട് ചില്ലി ചിക്കൻ ഉണ്ടാക്കി കൊടുത്ത വിദ്വാൻ, മഹാൻ. എന്താ പറയേണ്ടത്? നിങ്ങളൊന്ന് പറയാറുണ്ട്. എന്തിനാ ഇങ്ങനെ വിളമ്പുന്നത് ഇവിടെ വന്നിട്ട്? അല്ല, എന്തിനാ ഇങ്ങനെ പറയുന്നത്? എവിടെയെങ്കിലും കയറി പറഞ്ഞതായിരിക്കാം. അപ്പോൾ വാക്കൊക്കെ കേട്ട് കഴിഞ്ഞാൽ എന്തോ പുണ്യാളനാണ്, അല്ലെങ്കിൽ വലിയ സംഭവമാണ്, അല്ലെങ്കിൽ വലിയ ഒരു മനുഷ്യനാണ്, അല്ലെങ്കിൽ ഒരു നല്ല മനുഷ്യനാണെന്നൊക്കെയാ വിചാരോ. പക്ഷെ അതൊന്നും അല്ല. ഉള്ള കാര്യം എന്താ പറയുന്നത്? അതൊന്നും അല്ല. ഇയാളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത്? ഞാൻ പറഞ്ഞല്ലോ, ഒരു സ്ത്രീക്ക് ഒരു തെറ്റ് പറ്റി. ഇയാളെ എന്ന് പറഞ്ഞ് കല്യാണം കഴിച്ചു എന്നുള്ളൊരു തെറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും. എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഇവനെയൊന്നും ഒരു കാരണവശാലും ഒരു മനുഷ്യന്മാരും കല്യാണം കഴിക്കാൻ പാടില്ല. ഇപ്പൊ വാണി വിശ്വനാഥ് ഇറങ്ങി വന്നിട്ട് എന്താ പറയുന്നതെന്ന് നമുക്കേ പറയാൻ പറ്റുള്ളൂ. അതായത് എന്താ ഇനി അവർക്ക് പറയാനുള്ളതെന്ന് അറിയില്ല. അവർക്ക് മാത്രമേ പറയാൻ പറ്റുള്ളൂ, വേറൊരാൾക്കും പറയാൻ പറ്റൂല. വാണി വിശ്വനാഥിന് ചിലപ്പോൾ ഇതിലും വലിയ കൈപ്പേറിയ അനുഭവങ്ങളായിരിക്കും പറയാനുണ്ടാവുക. വാണി വിശ്വനാഥ് അത് ചിലപ്പോൾ തുറന്ന് പറയുകയും ചെയ്യും. അപ്പോൾ ബാബു അണ്ണൻ അങ്ങനെ ഞെളിഞ്ഞിട്ട് അങ്ങനെ വലിയ ആളാകണ്ട. കാരണം ബാബു അണ്ണൻ ചെയ്തത് ശുദ്ധമായിട്ടുള്ള തെറ്റ് തന്നെയാണ്. അല്ലാതെ ഒരിക്കലും നല്ലതൊന്നുമല്ല. ബാബു അണ്ണൻ വിചാരിക്കുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കെന്തോ വലിയൊരു വില കിട്ടും, അല്ലെങ്കിൽ എനിക്കെന്തോ വലിയൊരു കാര്യം കിട്ടും. അതായത് ഇതുവരെ ശ്രദ്ധിക്കപ്പെടാതിരുന്ന ഇയാൾ ഇപ്പോഴും ഇത് പറഞ്ഞപ്പോഴും കുറച്ച് ആൾക്കാർ തെറി വിളിക്കാനെങ്കിലും വന്നിട്ടുണ്ട്. അത് ബാബുവേട്ടൻ്റെ ഒരു ക്രെഡിറ്റ് ആയിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. അതായത് വെറുതെ ഇരിക്കുമ്പോഴും മനുഷ്യന്മാരോട് വല്ലതും പറയുക, അത് കഴിഞ്ഞിട്ട് അവരുടെ വായിലിരിക്കുന്നത് മുഴുവനിങ് കേൾക്കുന്ന നമ്മുടെ ബാബുവേട്ട സ്റ്റൈല്, അത് ചില സമയത്തൊക്കെ എന്ന് പറഞ്ഞൊരു വേറിട്ട് തന്നെയാണ്. അത് തന്നെയാണ് ഇപ്പം നമ്മുടെ ബാബു രാജിനും സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ബാബു രാജിന്റെ കാര്യം പറയുകയാണെങ്കിൽ, ഇദ്ദേഹം ആദ്യം കല്യാണം കഴിച്ചത് ഒരു സ്ത്രീയെയാണ്. 2 മക്കളും കുഞ്ഞുങ്ങളെ 2 ആയപ്പോഴാണ് ഇദ്ദേഹത്തിന് തോന്നിയത് ഇവർ വേണ്ട, അല്ലെങ്കിൽ അവർ തമ്മിൽ എന്ന് പറഞ്ഞാൽ അഭിപ്രായ വ്യത്യാസം. നമുക്കറിയാലോ, പലപ്പോഴും സിനിമാ താരങ്ങളുടെ ഇടയിൽ കോടികളുടെ സ്വത്തുണ്ടെങ്കിലും ഇവർക്കാർക്കും കുടുംബജീവിതം എങ്ങനെയാണ് നയിക്കേണ്ടതെന്ന് അറിയില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. കാരണം എന്താ വെച്ചാൽ വിജയിനെ കാണുന്നില്ലേ? പലപ്പോഴും തന്നെ ഇവരുടെ പരാജയം എന്ന് പറഞ്ഞാൽ കുടുംബജീവിതത്തിൽ തന്നെയാണ്. അതെങ്ങനെയാണ് നയിക്കേണ്ടത്, അല്ലെ എങ്ങനെയാണ് ഈ പളവളപ്പുള്ള ഈ മിന്നുന്ന അല്ലെങ്കിൽ കണ്ടമാനം പൈസ വരുന്ന ഒരു മേഖലയാണ് ഈ സിനിമാ മേഖല. അത് കാണുമ്പോഴെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വലിയൊരു ആവേശവും കാര്യങ്ങളും ഒക്കെയാണ്. അങ്ങനെ ചില ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു സിനിമാ താരത്തെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങ് കെട്ടി പുറപ്പെടും. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, എൻ്റെ പൊന്നുമക്കളെ, ജീവുണ്ടെങ്കിൽ നിങ്ങൾ കഴിക്കരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അധിക കാലമൊന്നും നീളില്ല ഇത്. ഒന്നാമത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഷർട്ട് മാറ്റുന്നത് പോലെയാണ് വിവാഹം എന്ന് പറഞ്ഞാൽ. വിവാഹ മോചനം നടത്തിയതിൻ്റെ കാര്യം നിങ്ങൾ അന്വേഷിച്ച് നോക്കറാ. എത്ര നടീനടന്മാരാണ് വിവാഹ മോചിതരായിരിക്കുന്നത്. അവരുടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫ് എങ്ങനെയാണ് ഇങ്ങനെ ആയത്? അതായത് അവരൊക്കെ എന്ന് പറഞ്ഞാൽ പളവളപ്പുള്ള ആ ഒരു മിന്നായമുള്ള വെളിച്ചം, അതിലുള്ള നായകന്മാരെയും വില്ലന്മാരെയും കണ്ടിട്ട് അവരുടെ പുറകെ പോയവരാണ് അവസാനം ലൈഫ് കൊഞ്ഞാട്ടിയായിട്ട് തിരിച്ചു വരേണ്ടി വന്നത്. അതുപോലെ തന്നെയാണ് ബാബുരായിൻ്റെ ആദ്യ ഭാര്യയ്ക്ക് സംഭവിച്ചത്. അവർ വിചാരിച്ചത് ഇയാൾ ഒരു നല്ല മനുഷ്യനാണ്, ഒരു സംഭവമാണ് എന്നൊക്കെ വിചാരിച്ചിട്ട് അയാളെ കല്യാണം കഴിച്ചു. അവസാനം ഡിവോഴ്സ് ആകേണ്ടി വന്നു. അങ്ങനെ അയാളുടെ ഇതും തേടി അങ്ങ് പോയി. പക്ഷെ അയാൾ മക്കളുടെ കല്യാണത്തിനൊക്കെ പങ്കെടുത്തിനെ അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും ഉണ്ടായിരുന്നു. അവരുടെ പഠിത്തത്തിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ ഒരു സ്ത്രീയുടെ ജീവിതം അവിടെ നശിച്ചു പോയില്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്.
അതായത് ബാബുരാജ് വേറെ കല്യാണം കഴിച്ചു, അദ്ദേഹത്തിന് വേറെ കുടുംബം ഉണ്ടായി. നേരെ മറിച്ച് ആ സ്ത്രീയുടെ അവസ്ഥകളൊന്ന് ആലോചിച്ച് നോക്ക്. അവർക്ക് ഭർത്താവും ഇല്ല, ശരിക്കും പറഞ്ഞാൽ മക്കളും ഇല്ല. കാരണം മക്കൾ വല്ലപ്പോഴും അച്ഛൻ്റെ അടുത്തായിരിക്കും. അപ്പൊ അങ്ങനെ ശരിക്കും പറഞ്ഞ ഒറ്റപ്പെട്ട ഒരവസ്ഥയിലായിരുന്നു അയാളുടെ ആദ്യ ഭാര്യ എന്നാണ്. പലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നടന്മാരുടെ ഭാര്യമാരുടെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും വെള്ളത്തിൽ തന്നെയാണ്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പറയുന്നത് എൻ്റെ ഭാര്യയ്ക്ക് എന്നെ സംശയമാണ്, ഇല്ലെങ്കിൽ എൻ്റെ ഭാര്യ ശരിയല്ല, അല്ലെങ്കിൽ ഭാര്യ അങ്ങനെയാണ്, ഭാര്യ ഇങ്ങനെയാണ് എന്നൊക്കെ. സാധാരണ ഞാൻ പറഞ്ഞല്ലോ, ഒരു കല്യാണമൊക്കെ കഴിയുമ്പോഴെന്നാണ് ചില ഉത്തരവാദിത്തങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നിർവഹിക്കാൻ കഴിയാത്തവനാണെങ്കിൽ ഒരിക്കലും കല്യാണം കഴിക്കാൻ നിൽക്കരുത്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പല നടന്മാരും ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ കുറച്ചു കാലം നല്ല രീതിയിൽ സ്നേഹത്തിൽ നിൽക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ പ്രധാനപ്പെട്ട ഇതെന്ന് പറഞ്ഞാൽ ഇവരുടെ ആ ഒരു എന്താ ഞങ്ങളെന്തോ ഒരു സംഭവമാണ്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇത് മതി എന്നുള്ള തരത്തിൽ അവസാനം ആ ബന്ധം പൊളിഞ്ഞു പോയപ്പോഴാണ് ഇവന് മനസ്സിലാകുന്നത്, അയ്യോ ഞാൻ ചെയ്തത് അത്ര വിഡിത്തമാണ്, എനിക്ക് അങ്ങനെ കുറച്ചുകൂടി നല്ല രീതിയിൽ പെരുമാറിയിട്ടുണ്ടെങ്കിൽ എൻ്റെ കുടുംബം ഉണ്ടാകുമായിരുന്നു എന്ന് പലപ്പോഴും നടന്മാർക്ക് തോന്നിയിട്ടുമുണ്ട്. അതുകൊണ്ടാണ് അവർ രണ്ടാമത്തെ ബന്ധത്തിലെങ്കിലോ ഇതൊന്നും ഇതാക്കണം എന്നൊക്കെ വിചാരിക്കുന്നത്. പക്ഷേ അവിടെയും മിണ്ടാതിരിക്കത്തില്ല. അവിടെയും പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള എന്തെങ്കിലും ഒരു കാര്യം എടുത്തിടും. ആ കാര്യം എടുത്തിട്ടിട്ട് അതിന് സംസാരിക്കുക, ഇതൊക്കെയാണ് ചെയ്യുന്നത്. നേരെ മറിച്ച് എന്ന് പറഞ്ഞാൽ മിണ്ടാതിരിക്കുക, കുറച്ചൊക്കെ മിണ്ടാതിരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തിനാണ് ഇപ്പോൾ ഇത് കേൾക്കുമ്പോഴേ ഈ ചില്ലി ചിക്കൻ കൊടുത്ത് വാണി വിശ്വനാഥിനെ മയക്കി എന്നൊക്കെ കേൾക്കുമ്പോഴേ നിങ്ങൾ ആലോചിച്ച് നോക്കണം, ആദ്യ ഭാര്യയ്ക്ക് എത്രമാത്രം വിഷമമുണ്ടാകും. അയാളുടെ ആദ്യ ഭാര്യയുടെ ആ വിഷമം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അയ്യോ എനിക്കൊരു ചില്ലി ചിക്കൻ കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ, അല്ലെങ്കിൽ എനിക്കൊരു ചില്ലി ചിക്കൻ തന്നിട്ടില്ലല്ലോ. അവരൊരുപാട് വിഷമത്തിൽ തന്നെ ആയിരിക്കൂലേ. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അവർ സ്നേഹിച്ചിട്ടല്ലേ ഈ മനുഷ്യനെ കല്യാണം കഴിച്ചിട്ടുണ്ടാവുക. അവസാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 മക്കളും ആയതിനു ശേഷം നിന്നെ എനിക്ക് വേണ്ട, അല്ലെങ്കിൽ നീ എനിക്ക് വേണ്ട, ഞങ്ങൾ തമ്മിൽ സെറ്റ് ആവില്ല. ഞാൻ പറഞ്ഞില്ല ഇപ്പം പെട്ടെന്ന് തന്നെ മേടിക്കാൻ പറ്റുന്ന ഡിവോഴ്സ്. പക്ഷെ ആ ഡിവോഴ്സിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും അനാഥരാകുന്നത് ഭാര്യ തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ അവർ പിന്നെ ഒരു പങ്കാളിയെ തേടി പോകത്തില്ല. കാരണം എന്താ, അവർക്ക് 2 മക്കളുണ്ടാവും. ആ മക്കളെയും നോക്കിയിട്ട് അവരുടെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് തീരും. നേരെ മറിച്ച് നടന്മാരായാലും മറ്റുള്ളവരായാലും ഇവരെന്താ ചെയ്യുക, ഇവർ വേഗം തന്നെ പോയിട്ട് വേറൊരു പെണ്ണ് കല്യാണം കഴിക്കും. ഇതിലും നല്ല അടിപൊളിയായിട്ട് നടക്കും. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഇവിടുത്തെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഇപ്പോൾ ഈയിടെ കല്യാണം കഴിഞ്ഞാൽ ക്രിസ് എന്ന് പറയുന്ന ആ മനുഷ്യൻ, അയാൾ നല്ലൊരു ഭാര്യനെ എന്താ പറയുക ദുബായിൽ കല്യാണം കഴിച്ചാണ്. പക്ഷേ ആ ഭാര്യയ്ക്ക് എന്ന് പറഞ്ഞാൽ അയാൾ പരിഗണനയോ വിലയോ കൊടുത്തില്ല. അവർ രണ്ടുപേരും ഡിവോഴ്സായി. അത് കഴിഞ്ഞതിന് ശേഷം അയാൾ ഇപ്പോഴും ജീവിക്കുന്നില്ല, നല്ല രീതിയിൽ ജീവിക്കുന്നില്ലേ. ഇതാണ് ഞാൻ പറയുന്നത്. മറ്റൊരു ആൾക്കാർക്ക്, അതായത് ഒരു വിവാഹബന്ധം ഏർപ്പെടുത്തി കഴിഞ്ഞാൽ ഇവരൊക്കെ പിന്നീട് എന്ന് പറഞ്ഞാൽ ബോധം വരും. അങ്ങനെ ഇവരൊക്കെ പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിവാഹബന്ധം അവിടെ നിലനിർത്താൻ വേണ്ടിയിട്ട് പിന്നെയുള്ള ഭയങ്കരമായിട്ടുള്ള പോരാട്ടത്തിലായിരിക്കും. അത് തന്നെയാണ് ഒരുപാട് വിവാദങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായ ഒരു മനുഷ്യൻ തന്നെയാണ് ഈ ബാബുരാജ്. ഒത്തിരി വിവാദങ്ങളുണ്ട്, എന്താണെന്ന് വെച്ചാൽ കേസുകളുണ്ട്. അതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റിനെ സംബന്ധിച്ച് വിവാദങ്ങളുണ്ട്. അങ്ങനെ പല തവണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല കേസുകളും കാര്യങ്ങളൊക്കെ ഉള്ളൊരു വ്യക്തി തന്നെയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തള്ളിപ്പൊലി മനുഷ്യൻ തന്നെയാണ്, ഉള്ള കാര്യം എന്താ പറയുന്നതിന്. പക്ഷെ വാണി വിശ്വനാഥ് എന്ന് പറയുന്ന ആ സ്ത്രീ മിണ്ടാത്തെടുത്തോളം കാലം ഇയാൾ നല്ല മനുഷ്യൻ തന്നെയാണ്. ഇനി അവരെപ്പോഴാണ് വന്ന് സംസാരിക്കുക എന്ന് പറയാൻ പറ്റൂല. അപ്പോഴാണ് ഈ ചില്ലി ചിക്കൻ എങ്ങനെയായിരുന്നു, ചില്ലി ചിക്കൻ ഇപ്പോഴെങ്ങനെയുണ്ട്, ചില്ലി ചിക്കൻ ഇപ്പോഴെണ്ണ കൂടുതലാണോ, ചില്ലി ചിക്കൻ ഇപ്പോഴേ ടേസ്റ്റ് ഉണ്ടോ, എരി കൂടുതലാണോ എന്നൊക്കെ നമുക്ക് മനസ്സിലാവുക. അല്ലാതെ ഇപ്പോഴൊന്നും മനസ്സിലാവില്ല. ഇപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ അവർ ഒരാൾ മാത്രമേ സംസാരിക്കുന്നുള്ളൂ. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് വരുന്ന സംഭവങ്ങൾ എവിടെയെങ്കിലും ചിലപ്പോഴും സുഹൃത്തിനോട് പറഞ്ഞ സംഭവമായിരിക്കാം. അതായിരിക്കാം ഇങ്ങനെ വലിയ അക്ഷരത്തിൽ അടിച്ചു വന്നിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, എൻ്റെ പൊന്നു ബാബുരാജ, അതായത് നിങ്ങൾ വലിയൊരു മഹത്തായ കാര്യമൊന്നുമല്ല ചെയ്തിരിക്കുന്നത്. താൻ ഈ ഊളത്തരം തന്നെയാണ്. അതുകൊണ്ട് ഇനി അതിങ്ങനെ മഹത്വൽക്കരിക്കാതിരിക്കുക. അതുമാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഒരാൾക്ക് പോലും ഇതൊരു പ്രചോദനമാകരുത് എന്നേ എനിക്ക് പറയാനുള്ളൂ. നന്ദി, നമസ്കാരം.